എന്താ ഡോക്ടർ പറയുന്നത്? എൻ്റെ അനിയന് നടക്കാൻ പറ്റില്ലെന്നാണോ? ഡോക്ടർ, എൻ്റെ അനിയൻ ഇപ്പം നടക്കില്ലെന്നാണോ അതോ ഇനി ഒരിക്കലും നടക്കില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? അപ്പോ എന്റെ കൊച്ചുമോൻ ജീവിതകാലം മുഴുവൻ വീൽ ചെയർ കഴിയണമെന്നാണോ ഡോക്ടറെ? അത് ഇപ്പൊ തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ സാധ്യമാവും. ചിലപ്പോ ഇനി നടക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. എന്തൊക്കെയായാലും നിങ്ങൾ അയാളെ ശുശ്രൂഷിക്കുന്നത് പോലെ ഇരിക്കും. വീട്ടിലേക്ക് കൊണ്ടുപോയി നന്നായി നോക്കിക്കോളൂ. നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടെത്തി ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യുകയും ശരി, വേണം. ഡോക്ടർ. ഓക്കെ, പേഷ്യന്റിനെ വേണമെങ്കിൽ ഇനി ചെന്ന് കണ്ടോളൂ. സിസ്റ്റർ, എൻ്റെ ഫാമിലി എല്ലാവരും എവിടെയാ ഉള്ളേ? പുറത്തുണ്ട്, അകത്ത് വരാൻ പറയാം. ഏട്ടാ, എടുത്തി, ഐ എം ബാക്ക്. ഞാൻ നിങ്ങളാരെയും വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ടാ അത്രയും വലിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് ജീവനോടെ വീണ്ടും തിരികെ വന്നത്. അതുമാത്രമല്ല, നമ്മളെ പിരിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ഏട്ടൻ്റെ ആഗ്രഹത്തിൻ്റെ മുന്നിൽ നമ്മളെ പിരിക്കണമെന്ന ദൈവത്തിൻ്റെ തീരുമാനം പോലും തോറ്റുപോയി. അതുകൊണ്ടാ ഞാനിപ്പോൾ ഇങ്ങനെ ജീവനോടെ കിടക്കുന്നത്. സോറി എടുത്തി, ഞാൻ കാരണം പിക്നിക്കിന് സന്തോഷം പോയി. ഹാപ്പി ആയിട്ടിരിക്കേണ്ടവരാ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നത്. എടാ, എനിക്കിങ്ങനെ കിടക്കാൻ വയ്യ ഏട്ടാ. നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാം. അഖിൽ, അഖിൽ, എന്താ ഏട്ടാ, എനിക്ക് എൻ്റെ കാലനക്കാൻ കഴിയുന്നില്ല. എന്തു പറ്റി ഏട്ടാ? എൻ്റെ എൻ്റെ കാല് അനക്കാൻ പറ്റുന്നില്ല. എന്താ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത്? ഏട്ടാ, എൻ്റെ കാലിന് എന്താ പറ്റിയത്? എന്തിനാ കാർത്തിക് ഇങ്ങനെ കരയുന്നേ? എനിക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് പറയേ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്നിരിക്കുക. പിന്നെ എൻ്റെ എൻ്റെ കാലോ? നിന്റെ കാലിന് ഒരു പ്രശ്നമില്ലടാ. ആക്സിഡന്റ് പറ്റിയപ്പോൾ ചെറിയൊരു ചതവ് സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയായിക്കോളും.
അത്രയും ഉള്ള ഏട്ടാ. എനിക്ക് വീണ്ടും നടക്കാൻ പറ്റുമല്ലോ അല്ലേ? 2-3 ദിവസത്തേക്കാടാ. അതിനുശേഷം സാധാരണ പോലെ നിനക്ക് നടക്കാൻ സാധിക്കും. നിന്നെ ഞങ്ങൾ നടത്തിക്കും വക്കീൽ. എത്രയും പെട്ടെന്ന് നീ നടക്കും. ഞാൻ 2-3 ദിവസം ബെഡ് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ അല്ലേ ഏട്ടാ? അത്രയല്ലേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ കൊച്ചുമോനെ. 2-3 ദിവസത്തിന് ശേഷം എല്ലാം നോർമൽ ആയിക്കോളും മോനെ. പിന്നെന്തിനാ എനിക്കെന്തോ സംഭവിച്ച പോലെ കാർത്തിക് ഇങ്ങനെ നിന്ന് കരയുന്നേ? അവള് കാരണം നിനക്ക് ആക്സിഡന്റ് ആയതെന്ന് കരുതി കാർത്തിക ഒരുപാട് വിഷമിക്കുക. മെന്റൽ, ഇതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇതെല്ലാം ആ വണ്ടി ഓടിച്ചവൻ്റെ തെറ്റാ. ശ്രദ്ധിക്കാതെ വേഗം ഓടിച്ചു വന്നു. നീ ഇങ്ങനെ വിഷമിക്കരുത്. അതുപോട്ടെ, ആ വണ്ടി ആരുടെയാണെന്ന് കണ്ടുപിടിച്ചു ഏട്ടാ? കുടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിച്ചത്. അവനെ കിട്ടിയ 2 കൊടുത്ത് പോലീസിൽ ഏൽപ്പിക്കണം. ആ കാര്യങ്ങളൊക്കെ അഭി നോയിക്കോളൂടാ. നീ അതൊന്നും ആലോചിക്കണ്ട. ഇപ്പം നീ സമാധാനത്തോടെ വിശ്രമിക്ക്. ഏട്ടനും ഏടത്തിയും എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ടെൻഷനാവുന്നേ? എനിക്കെപ്പോൾ വീട്ടിൽ പോവാം? ഡിസ്ചാർജിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉടനെ പോവാം. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് ടൈം പിക്നിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏട്ടാ. ഐ പ്രോമിസ്. ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അഖിൽ. നടന്നതൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് കരുതി എല്ലാം മറന്നേക്ക്. നീ വിഷമിക്കാതെ മോനെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാം. ഒരബദ്ധം വരില്ല. നമ്മുടെ കുടുംബം എപ്പോഴും ഒന്നായി തന്നെ ഉണ്ടാവും. നമ്മളെല്ലാവരും സന്തോഷത്തോടെ തന്നെ ജീവിക്കും. അതെ ഏടത്തി, നമുക്ക് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലൊരു ഫാമിലി ഉണ്ട്. ഐ എം വെരി ലക്കി. ഇത്രയും നല്ലൊരു ഫാമിലി കിട്ടതിന് നമ്മളെല്ലാവരും അഭിമാനിക്കണം. എന്താ എല്ലാവരും ഡള്ളായിട്ട് നിൽക്കുന്നേ? നമ്മളൊരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുക. നമ്മുടെ അഖിലിന് ജീവൻ തിരിച്ചു കിട്ടി വീട്ടിലേക്ക് വന്നിരിക്കുക. നമ്മൾ ഈ സന്തോഷം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടതല്ലേ? ഒരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അഖിൽ, പ്രധാനമായിട്ടും നീ ഒരുപാട് സന്തോഷിക്കേണ്ടതാ. ഇത് നിനക്കൊരു പുതിയ ജന്മ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ നീ എഴുന്നേറ്റ് നടക്കും. ഈ വീൽ ചെയറൊക്കെ കുറച്ച് ദിവസത്തേക്കാ. ഏട്ടാ, അഖിലിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അതേ മോനെ, പെട്ടെന്നുണ്ടായ ഷോക്കിൽ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. നീ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിനക്ക് നടക്കാൻ സാധിക്കും. നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട്. നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന കടമ ഞങ്ങളുടെ നൽകി. നിനക്കിവിടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഒരിക്കലും വിഷമിക്കാനും പാടില്ല. അതെ ചെറിയച്ച, 2-3 ദിവസത്തില് ചെറിയച്ഛൻ നടക്കും. ഞാനും ചെറിയച്ഛനും അനുവും കീർത്തിയും
നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗാർഡനിൽ കളിക്കാം. ക്രിക്കറ്റ്, വോളിബോൾ, ടെന്നീസ് അങ്ങനെ എല്ലാ ഗെയിംസും നമുക്ക് കളിക്കാൻ ചെറിയച്ചാ. അതുവരെ ചെറിയച്ചനും നമുക്ക് ക്യാരം ബോർഡ്സും ചെസ്സും ഒക്കെ കളിക്കാം. ചെറിയച്ചനും ഞാനും ഒരു ടീം. ചെറിയച്ച എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരാം. ചെറിയച്ഛൻ നടക്കുന്നത് വരെ ഞങ്ങൾ സ്കൂളിലൊന്നും പോവില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും നിന്നെ സഹായിക്കാനുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കണം. മാത്രമല്ല എപ്പോഴത്തെയും പോലെ ഞങ്ങളുടെ കുഞ്ഞനീനെ ഇനി മാറുകയും വേണം. ആ പഴയ കുസൃതി എല്ലാം വേണം. നീ ഇങ്ങനെ ഡല്ലായിട്ടിരിക്കരുതെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ചേച്ചി, ഇന്നലെ മുതൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും കോഫിയും അഖിലിന് പാലും എടുത്തിട്ട് വരുമോ? ഇപ്പൊ തന്നെ കൊണ്ടുവരാ വസു. ഇതിനെല്ലാത്തിനും നീയാ കാരണം. ആ നശിച്ച ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന് കാറ് വരുന്നത് നീ ശ്രദ്ധിച്ചില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ആ പാവ അഖിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയത്. അതുപോലെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആന്റി. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നടക്ക്. അഖിലിന് നീ കൃഷ്ണമണിയെ പോലെ നോക്കണം. ഇവൻ സുഖമായിട്ടിരുന്നാലേ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. അവൻ എന്തെങ്കിലും പറ്റിയാ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കും. ഇല്ല ആന്റി, ഞാൻ തന്നെ അഖിലിന്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാം, പ്രോമിസ്. ഞാൻ എല്ലാവരെയും ഒരുപാട് കഷ്ടപ്പെടുത്തുക. നീ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. ഇത് ഞങ്ങളുടെ കടമയാ. നീ ഞങ്ങളുടെ അരിയനാടാ, ഞങ്ങൾക്ക് അനിയനല്ല. ഞാൻ നിന്റെ ചേട്ടനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോ നീ വളരെ കുട്ടിയായിരുന്നു. ഇപ്പോഴും നീ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാ. എനിക്ക് നീ എൻ്റെ മകൻ ഉണ്ണിയെപ്പോലെ തന്നെയാ. നിനക്ക് അച്ഛനും അമ്മയും മാത്രമല്ല, എന്നെയും അമ്മയായിട്ട് കാണാം. ഞങ്ങളുടെ ആഗ്രഹം നീ എന്നും ധൈര്യശാലിയായിരിക്കണമെന്നാണ്. ഒരിക്കലും ഭയക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അന്ന് ഞാൻ കാരണം നമ്മുടെ സ്വത്തെല്ലാം നഷ്ടമായി. വീണ്ടും ഞാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സമാധാനവും പോയി. ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് സങ്കടം മാത്രമാണ് തരുന്നേ. അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട. നടന്ന സംഭവത്തിൽ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചില സമയത്ത് കഷ്ടങ്ങളും ചില സമയത്ത് സന്തോഷങ്ങളും ഉണ്ടാവും. അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അനുഭവങ്ങളിൽ നിന്ന് നമ്മളത് പഠിക്കണം അഖിൽ. എന്നിട്ട് ഞാൻ ഒരു പാഠവും പഠിച്ചില്ലല്ലോ എടുത്തി. തെറ്റുകളുടെ മേലെ തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്നെ ഉപേക്ഷിക്കായിരുന്നില്ലേ? നിന്നെ എങ്ങനെ ഞങ്ങൾ ഉപേക്ഷിക്കും? അത് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യോ? ഭഗവാനെ, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഒരു പരീക്ഷണം? അഖിലിനെ എന്തിന് ഇങ്ങനൊരു അവസ്ഥയിലാക്കിയത്? അവിടെ എല്ലാവർക്കും ധൈര്യം കൊടുത്തിട്ട് താൻ
ഞാനിവിടെ വന്നിരുന്ന് കരയുവാണോ വസുന്ധര? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നപ്പോ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് ഒരു ചെറിയ കുട്ടിയെ പോലെ പിന്നാലെ നടക്കുമായിരുന്നു. എന്റെ മുഖം ഡള്ളായിരിക്കുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കുമായിരുന്നു. ഒരു അനിയനെ പോലെ, ഒരു മകനെ പോലെ അവൻ എന്നെ നോക്കുമായിരുന്നു. അങ്ങനെയുള്ള അവൻ ഇപ്പൊ ഈ വീൽ ചെയറിലിരിക്കുന്ന കാണുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും അവന്റെ കൂടെ ധൈര്യത്തോടെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ അങ്ങനെ ഉപേക്ഷിക്കായിരുന്നില്ലേ ചേച്ചിന്ന് അവൻ മനസ്സ് തകർന്നു പറഞ്ഞെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാ ഏട്ടാ, എന്തുകൊണ്ടാ അഖിലിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അറിഞ്ഞോ അറിയാതെയോ അവന്റെ ഭാഗത്ത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. എന്ന് വെച്ച് ദൈവം അവന് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കണമായിരുന്നോ? ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ വീൽ ചെയറിൽ ഇരിക്കണം എന്ന് വെച്ചാ അഖിലിന്റെ ഭാവി കാലം പിന്നെ എന്താകും? അഖിലിനെ വീൽ ചെയർ പെർമനന്റ് ആയിട്ടുള്ളതല്ല. തന്നെ പോലെ നല്ലവരുള്ളപ്പോ, പ്രസവിച്ച അമ്മയെ പോലെ ഒരു ഏട്ടത്തി ഉള്ളപ്പോ അഖിൽ ഒരിക്കലും തളരില്ല. അവൻ ഉറപ്പായി എഴുന്നേറ്റ് നടക്കും. എങ്ങനെയായിട്ട് അവൻ നടക്കുക? മറ്റുള്ളവരൊന്നും ഇല്ലാതിരുന്നപ്പോ ഡോക്ടർ എന്താ നമ്മളോട് പറഞ്ഞത്? അഖിലിന് ഇനി നടക്കാൻ പ്രയാസമായിരിക്കുന്നല്ലേ പറഞ്ഞത്? പ്രയാസാണെന്നല്ലേ പറഞ്ഞോളൂ, ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അഖിലിന് നമ്മളെല്ലാവരും ഉണ്ട്. അവന് ധൈര്യം കൊടുത്ത് അവനെ നടത്തണം. അഖില് പഴയതുപോലെ നടന്നു തുടങ്ങിയാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. അപ്പോഴെനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. ആദ്യം താൻ ധൈര്യമായിട്ടിരിക്കും. അഖിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് വിശ്വസിക്കുക. അവൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരണം. താനും കൂടെ തളർന്നു പോയാൽ ഈ ഫാമിലി തന്നെ ഡിപ്രസ്ഡ് ആയി പോകും. ഇല്ല ഏട്ടാ, ഇനി ഞാൻ കരയില്ല. അഖിലിനെ എന്റെ സ്വന്തം മകനെ പോലെ, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാം. അവൻ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെറിയച്ഛനാകെ വിഷമിച്ചിരിക്കുക. എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കണം, ഹാപ്പി ആക്കണം. ആ
ചെറിയച്ച ചെറിയച്ച എന്താ ഉണ്ണി? സ്കൂളിൽ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു. എനിക്കത് സോൾവ് ചെയ്യാനേ പറ്റുന്നില്ല. ചെറിയച്ചൻ പറഞ്ഞു തരുമോ? എന്താ ക്വസ്റ്റ്യൻ? അതൊരു കഥയാ. കാട്ടില് കുറച്ച് ഉറുമ്പുകൾ മോർണിംഗ് വാക്കിന് ഇറങ്ങി. എല്ലാരെക്കാളും മുൻപിൽ പൊയ്ക്കൊണ്ടിരുന്ന ഉറുമ്പ് എന്റെ പുറകില് 3 ഉറുമ്പുണ്ടെന്ന് പറഞ്ഞത്രേ. ഏറ്റവും പുറകിൽ പൊയ്ക്കൊണ്ടിരുന്ന ഉറുമ്പ് എന്റെ മുന്നില് 3 ഉറുമ്പുകളുണ്ടെന്ന് പറഞ്ഞത്രേ. നടുക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഉറുമ്പും തന്റെ മുന്നില് 3 ഉറുമ്പുണ്ട്, തന്റെ പുറകിലും 3 ഉറുമ്പുണ്ടെന്ന് പറഞ്ഞത്രേ. പക്ഷെ നടുവിലുണ്ടായിരുന്ന ഉറുമ്പ് തന്റെ മുന്നിലും 3 ഉറുമ്പ്, തന്റെ പിന്നിലും 3 ഉറുമ്പുണ്ടെന്ന് നോണ പറഞ്ഞതാ ചെറിയച്ച. ഇതോ സിനിമയിൽ വരുന്ന ജോക്കല്ലേ ചേട്ടാ? ഇതിന്റെ ആൻസർ എനിക്ക് മുൻപേ അറിയായിരുന്നു. ഞാൻ ഗസ് ചെയ്തിരുന്നു. ആഹാ, എങ്കി പിന്നെന്താ നീ ആദ്യമേ പറയാത്തത്? എന്താടാ അവന്റെ കാലിന് പരിക്ക് പറ്റി വേദനോണ്ടിരിക്കുന്ന കണ്ടില്ലേ? എന്നിട്ട് നിങ്ങളൊക്കെ ചിരിക്കുക? ഇതെന്താ തമാശയാണോ? അതോ അവനെ കളിയാക്കുകയാണോ? അല്ല അമ്മമ്മേ, ചെറിയച്ഛനൊരു എന്റർടൈൻമെന്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാ ചെറിയച്ഛനെ ചിരിപ്പിക്കാൻ നോക്കിയതാ. നിങ്ങൾ ചിരിപ്പിക്കല്ല, ശല്യം ചെയ്യ. അർത്ഥമില്ലാത്ത ഓരോരോ കഥകൾ പറഞ്ഞ് നിങ്ങൾ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കുക. അവന്റെ കാലിനോടൊപ്പം അവന്റെ ബുദ്ധി കൂടി ഇല്ലാണ്ടാക്കാനാ നിങ്ങൾ നോക്കുന്നത്. കുട്ടികൾക്ക് എന്തായാലും അറിവില്ലാത്ത പ്രായ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഒരു നാണോ ഇല്ലാതെ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ ചിരിച്ചതല്ലേ ഇളമേ? അഖിലിനെ ചിരിപ്പിക്കാൻ നോക്കിയതാ. ഇല്ല, നിങ്ങൾ അവനൊരു കോമാളിയായിട്ടാ കാണുന്നേ. ഇവന് നടക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്കൊക്കെ ഒരു തമാശയാ. നിർത്തുകളേമേ. ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. കാര്യം അറിയാതെ വെറുതെ സംസാരിക്കാൻ നിൽക്കരുത്. ഇത് എന്താ ചെയ്തെന്ന് കണ്ടില്ലേ അഭി? ഞങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നേ. അവർ അഖിലിന്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതാണ്. എപ്പോഴത്തെയും പോലെ ഇളയമ തെറ്റിദ്ധരിച്ചിട്ട് വെറുതെ അവരെ വഴക്ക് പറയല്ലേ. എടി, നീ എല്ലാം കണ്ടതല്ലേ? പറയങ്ങോട്ട്. ഞാനെന്ത് പറയാനാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാകും. സൈലന്റ് ആയിട്ടിരിക്കുന്നതാ നല്ലത്. അവളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇളയമേ. ഉണ്ണി എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചോദ്യമായിട്ട് വരുന്നത്. അത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട.